ചെർപ്പുളശ്ശേരി നഗരസഭയിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട സ്ഥലമില്ലാത്ത 3 കുടുംബങ്ങൾക്ക് സൗജന്യമായി സ്വന്തം പേരിലുള്ള സ്ഥലം നൽകുമെന്ന പ്രഖ്യാപനവുമായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ VP സമീജ്. ഏറ്റവും ഏറെ സന്തോഷമായ ഒരു നിമിഷത്തിലാണ്. കാരണം ബഹുമാനപ്പെട്ട കേരള സർക്കാർ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിദാരിദ്ര്യരെ നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഈ വരാൻ പോകുന്ന മാർച്ച് 31 ഉൾപ്പെടെ അവതരിപ്പിക്കാണ്ടി പോകുന്നത്. അതിനോടൊപ്പം തന്നെ ചെർപ്പുളശ്ശേരി നഗരസഭയും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ 137ഓളം വരുന്ന അതിദാരിദ്ര്യരെ വിവിധ പേശഘടകങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പലരും റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സ്വന്തമായി പാചകം ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടായിരുന്നു, സ്വന്തമായി ഭൂമിയില്ലാത്തതും വീടില്ലാത്തതുമായ ആളുകളുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മൾ നഗരസഭ 3 കുടുംബങ്ങളെയാണ് സ്വന്തമായി ഭൂമിയും വീടില്ലാത്ത ആളുകളായി വലിയധികം പ്രയാസമായി കണ്ടെത്തിയ 3 കുടുംബങ്ങൾ. ദേവയാനി പാറക്കാട്ടിൽ, ആനന്ദകുമാർ, ദൃശ്യ എന്ന് പറയുന്ന 3 കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് നഗരസഭ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ പേരിലുള്ള ഭൂമിയിൽ നിന്നും ഈ 3 കുടുംബങ്ങൾക്കുള്ള വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി നൽകാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാലോചിക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആ വിവരം ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ അറിയിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെർപ്പുളശ്ശേരി നഗരസഭയിലെ അർഹതപ്പെട്ട 3 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള ഭൂമി നൽകാമെന്ന് ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഞാൻ പറയുകയും അത് കൗൺസിൽ അംഗീകരിക്കുകയും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും 3 കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്നൊരു പദ്ധതി ഉണ്ട് സർക്കാരിൻ്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരി നഗരസഭ ഒരു സർവേ നടത്തി 137 കുടുംബങ്ങളെ കണ്ടെത്തി. അപ്പോൾ അതിന് വ്യത്യസ്ത ആവശ്യങ്ങളായിരുന്നു. അതായത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ കഴിയാത്ത ആളുകൾ, ഭക്ഷണ കിറ്റ് ആവശ്യമുള്ള ആളുകൾ, മറ്റു രേഖകൾ ആവശ്യമുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുള്ള 137 കുടുംബങ്ങളാണ് നമ്മളെ കണ്ടെത്തിയത്. അതിൽ ഭക്ഷണം ആവശ്യമുള്ള അത്തരം ആളുകൾക്ക് നമ്മൾ കിറ്റ് നൽകി വരുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടായി കൊടുത്തു. ഇപ്പോൾ എൻ്റെ വാർഡിനകത്ത് ഇന്നൊരു കേസിൽ നമുക്ക് KSRTC ബസ്സിൽ സഞ്ചരിക്കാനുള്ള സൗജന്യ കാർഡ് ഇന്നിപ്പോൾ കുടുംബത്തിന് നൽകേണ്ടായി. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായ ആവശ്യങ്ങളെ നമ്മൾ പരിഗണിച്ചു ആ സർവേയുടെ ഭാഗമായി. അതിൽ പെട്ടതാണ് 3 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ആവശ്യം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം പറഞ്ഞത് സ്പോൺസർമാരെ കണ്ടെത്തി സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള ഉടമകളെ കണ്ടെത്തി അവരിൽ നിന്ന് ഭൂമി ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നഗരസഭക്കകത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ സെക്രട്ടറി മുഖാന്തരം എന്നിട്ട് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ബഹുമാനപ്പെട്ട നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ് ആ 3 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ആവശ്യമായ ഭൂമി തികച്ചും സൗജന്യമായി നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്തായാലും അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നഗരസഭയെ സംബന്ധിച്ചൊക്കെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.